എറണാകുളം കീഴുമാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി AP മുക്താറിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം. വാഴക്കുളം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ രാജിവെച്ചു. DCC സെക്രട്ടറി TH അബ്ദുൾ ജബ്ബാറും സീറ്റ് ലഭിക്കാത്തതിൽ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അതിൽ എൻ്റെ പേര് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല. അതിന് പ്രധാന കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഒരുമിച്ചിരുത്തി ഒന്ന് ചർച്ച ചെയ്യുകയോ ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊരു തീരുമാനമെടുക്കുകയോ ചെയ്തില്ല. ഏകപക്ഷീയമായി ഈ ഡിവിഷനിലില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. MK ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഇതിപ്പോൾ കീഴുമാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. എന്താണ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് കാരണം? എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഏതാനും രണ്ട് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ PA മുക്താർ എന്നയാളെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഈ മുക്താർ കീഴ്മാട് ഡിവിഷനിൽ പുറത്തുള്ള ആളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ചിരുന്ന 4 പേരിൽ ആരെയും പരിഗണിക്കാതെ പുറത്തു നിന്നുള്ള ഒരാളെ പരിഗണിച്ചു. ഇത് സംബന്ധിച്ച് ഈ മുൻ മന്ത്രി TH മുസ്തഫയുടെ സഹോദരൻ കൂടിയായ TH അബ്ദുൾ ജബ്ബാർ പരസ്യമായി പ്രതികരിച്ചത് തങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും DCC പ്രസിഡന്റ് അടക്കമുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സാമ്പത്തിക ആരോപണങ്ങൾ കൂടി ഈ മുഖ്താറിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ മേഖലയിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയാണ്. പല പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കും TH അബ്ദുൾ ജബ്ബാർ അടക്കമുള്ളവർ പരാതി നൽകി കഴിഞ്ഞു. എന്തായാലും അതേസമയം PA മുഖ്താർ തന്റെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. മുൻ മന്ത്രി TH മുസ്തഫയുടെ ഖബർ സന്ദർശനം നടത്തിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണം ആരംഭിച്ചത്. എന്തായാലും നിലവിൽ ഇവിടെയുള്ള കോൺഗ്രസിലെ പ്രതിഷേധങ്ങൾ പരിഗണിച്ച് മാത്രമേ കോൺഗ്രസിന് തങ്ങളുടെ പ്രചാരണം നടത്താൻ കഴിയുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര കൂടിയാലോചന ഇപ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ എറണാകുളത്ത് നടക്കുന്നുണ്ട്.